ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റമദാൻ മുബാരക്. അപ്പോൾ ഇങ്ങനെ നോമ്പൊക്കെ പോകുന്നു, അടിപൊളിയായിട്ട് പോകുന്നില്ലേ? എൻ്റെ ഫസ്റ്റ് നോമ്പ് അടിപൊളിയായിട്ട് പോയി. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാനിതാ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാനിതിന് മുമ്പ് ഒരു ചലഞ്ച് വെച്ചിരുന്നു, ഒരു 40 days ചലഞ്ച്. കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അതിനൊരു ബിഗ് സോറി പറയുക. കാരണം എന്താ വെച്ചാൽ മക്കളെ എക്സാം കാര്യങ്ങൾ, അവരെ പിന്നാലെ ഓടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കത് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ല. വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഡിലേ വന്നത് കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ചലഞ്ച് ചെയ്തിട്ട് എത്ര വെയിറ്റ് കുറഞ്ഞു എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ആയിരിക്കുമല്ലോ അതിന്. അപ്പോൾ എന്തായാലും ഞാനത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ മുമ്പ് ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളതും ഇപ്പം ഞാൻ എത്ര വെയിറ്റ് ആയി എന്നുള്ളതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ സൈഡിൽ ഞാനിതാ വെയിറ്റ് കൊടുക്കുക, എത്ര ഞാൻ മുമ്പ് ഉണ്ടായിരുന്നത് എന്നുള്ളതും ഇപ്പം ഞാൻ എത്ര ആയിട്ടുണ്ട് എന്നുള്ളതും ഞാനിതാ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ 5 kg ഞാൻ കുറഞ്ഞു, വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ റമദാൻ മാസമാണ്, നമുക്ക് അടിപൊളിയായിട്ട് വെയിറ്റ് കുറക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടിപൊളിയായിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളും ഡയറ്റ് റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും ഇനി അങ്ങോട്ട് 30 days വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തട്ടുമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. വീഡിയോസ് ഇടാൻ ഡെയിലി പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഡെയിലി മാക്സിമം വീഡിയോസ് ഇടാൻ നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ഷോർട്ടായിട്ടുള്ള വീഡിയോസ് എങ്കിലും ഇടാൻ ശ്രമിക്കുക. കാരണം ഡെയിലി ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളതും 10 days കൂടുമ്പോൾ ഞാൻ എൻ്റെ വെയിറ്റും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങളിലൊക്കെ കണ്ടോളൂ. അപ്പോൾ ഇത് അത്താഴത്തിന് ഞാനിതാ കഴിക്കാൻ പോകുന്നൊരു പച്ചപ്പഴം, ഒരു വല്ലാണ്ട് പഴുക്കാത്ത പച്ചയല്ലാത്ത ഇതാ ഈ ഒരു ലെവലിലുള്ള പഴം പുഴുങ്ങിയതും 2 എഗ്ഗുമാണ് കേട്ടോ ഞാനിന്ന് മോർണിംഗിൽ അത്താഴത്തിനായി കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ലോണം വെള്ളം കുടിക്കാൻ നോക്കുക. നിങ്ങൾ അത്താഴം കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ നല്ല വെള്ളം കുടിക്കുക. അതുപോലെ നോമ്പ് പിറന്നു കഴിഞ്ഞിട്ടും നന്നായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ. ഇത് അത്താഴം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനത് ചിയ സീഡിൻ്റെ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു ബൗളെടുക്കുക, അതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണ് ചിയ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിംഡ് മിൽക്ക് അല്ലെങ്കിൽ ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഹണി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കുക. ഇനി നോമ്പ് പറക്കുന്ന സമയത്ത് നമുക്ക് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതാ ഉച്ചക്ക് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ അവിടെ നോമ്പ് പറക്കാനുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ നമുക്ക് പത്തിരി എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണല്ലോ നോമ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് പത്തിരിയാണ്. 2 ടൈപ്പ് പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മക്കൾക്കും ഹസ്ബൻഡിനും അരിപ്പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ രാഗി പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രാഗി പത്തിരിയുടെ റെസിപ്പി ഞാനിതാ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അരിപ്പത്തിരി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. വാട്ടിയെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലോട്ട് വെള്ളം ചൂടാക്കിയിട്ട് രാഗി പത്തിരിക്കുള്ള മാവും ഇട്ട് കൊടുക്കാൻ കേട്ടോ. രാഗി പത്തിരി എനിക്ക് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഞാനൊരു 1/2 കപ്പ് വെള്ളം 1/2 കപ്പ് രാഗി പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാഗിപ്പൊടി 1/2 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 4 പത്തിരി വരെ കിട്ടും കേട്ടോ. അപ്പോൾ അത് സാധാരണ നമ്മൾ പൊടി വാട്ടുന്ന പോലെ തന്നെ വാട്ടിയെടുക്കുക. ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ചാമ്പി കൊടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ, അരിപ്പത്തിരി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് രാഗിപ്പത്തിരി ചെയ്തിട്ടെടുക്കാം കേട്ടോ. എന്തായാലും ഞാൻ ആദ്യം തന്നെ പത്തിരി പരിപാടികളൊക്കെ അങ്ങോട്ട് വേഗം തീർത്ത് വെക്കാണ്. അപ്പോൾ മക്കൾക്ക് 2 പേർക്കും നോമ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നോമ്പായതുകൊണ്ട് തന്നെ പത്തിരിയാണിന്ന് തയ്യാറാക്കുന്നത് കേട്ടോ. ആദ്യം അരിപ്പത്തിരിക്കുള്ള മാവൊക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചു. നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടും കേട്ടോ. ഞാനിവിടെ എടുത്തത് 1 കപ്പ് പൊടിയാണ്. 1 കപ്പിന് 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഈ പൊടിയുടെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത്. അടുത്തത് ഞാൻ രാഗി പത്തിരിക്കുള്ള മാവാണ് കുഴച്ച് വെക്കുന്നത്. ഞാൻ 1/2 കപ്പ് രാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലോട്ട് ഒരു 1/2 കപ്പിൻ്റെ കുറച്ച് മുകളിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നാൽ 3/4 കപ്പ് ആയിട്ടുമില്ല. അങ്ങനത്തെ രീതിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടാണ് അതിലോട്ട് പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ ചാമ്പി കൊടുക്കുക. നന്നായി ചാമ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഒറ്റ പൊളക്കലായിട്ട് പൊളച്ച് കിട്ടും.
അപ്പോൾ ഇതാ പത്തിരിയൊക്കെ ചാമ്പി റെഡിയാക്കി വെച്ചു. ഇനി അതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് വേണം വെക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ഉണങ്ങിപ്പോവും. അപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ട് വെക്കാം. ഞാനിപ്പോൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ കട്ട്ലറ്റിനുള്ള ഉള്ളി കട്ട് ചെയ്തിട്ട് അതൊന്ന് വാട്ടാൻ വെക്കാം. അപ്പോൾ ആ വാട്ടാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള പത്തിരികളൊക്കെ ഒന്ന് പരത്തിയെടുക്കാമല്ലോ. അപ്പോൾ ടൈം കൺസ്യൂമിങ്ങും ആയിരിക്കും. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ കട്ട് ചെയ്തു. ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. സവാള അതിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്ത് ഒരു സിമ്പിളായിട്ടുള്ള നോർമലായിട്ട് നമ്മളൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കട്ട്ലറ്റാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഉള്ളിയൊക്കെ വഴണ്ടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാനിതാ പത്തിരിമേലേക്ക് കടന്നു. പത്തിരിയൊക്കെ ഒന്ന് പരത്തി വെക്കാം ഈ സമയം കൊണ്ട് എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാൻ ആദ്യം പരത്തി വെക്കുന്നത് രാഗി പത്തിരിയാണ് കേട്ടോ. നോർമലായിട്ട് നമ്മൾ സാധാരണ അരിപ്പത്തിരി പരത്തുന്ന പോലെ തന്നെ നമുക്ക് ഈസിയിൽ രാഗി പത്തിരിയും പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ രാഗി പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പത്തിരിയും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ ഈ ഒരു മാവ് കൊണ്ട് നമുക്കൊരു 4 പത്തിരി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ അരിപ്പത്തിരിയും അങ്ങനെ പരത്തിയെടുത്തു കേട്ടോ. അതിനുശേഷം ഞാനിതാ അത് ഒരു സൈഡിൽ കട്ട്ലറ്റ് റെഡിയാക്കാനും ഒരു സൈഡിൽ ഞാൻ പത്തിരി ചുടാനും വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അങ്ങനെ പത്തിരി ചുടലും കട്ട്ലറ്റ് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് എൻ്റെ പണികൾ ഇങ്ങനെ മുന്നോട്ട് സമാധാനത്തിൽ കൂളായിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്തെടുക്കുന്നുണ്ട്, കൂടെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം സമാധാനത്തിൽ ഇങ്ങനെ കുക്ക് ചെയ്ത് വരുന്ന സമയത്താണ് ഞാനൊന്ന് ടൈം നോക്കിയത്. 4:45 ഇവിടെയാണെങ്കിൽ 5:30 ബാങ്കും കൊടുക്കും. പിന്നെ എൻ്റെ ആ കൂൾനെസ് ഒക്കെ ഒന്ന് വിട്ടിട്ട് ഒരു ജഗപുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഒന്ന് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനുണ്ട്, ജ്യൂസ് അടിക്കാനുണ്ട്, പിന്നെ കട്ട്ലറ്റിൻ്റെ ബാറ്റർ മാത്രമേ റെഡി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കട്ട്ലറ്റ് റെഡിയാക്കണം, ചിക്കൻ കറി റെഡിയാക്കണം, അങ്ങനെ ഒരുപാട് പണികളുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ചടപടയെന്ന് പറഞ്ഞിട്ട് പണികളൊക്കെ തീർത്തു. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പലതും പെട്ടിട്ടുണ്ടാവില്ല. ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നത് പെട്ടിട്ടില്ല, ജ്യൂസ് അടിക്കുന്നത് പെട്ടിട്ടില്ല, അങ്ങനെ ആയിട്ട്. എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതാ കട്ട്ലറ്റ്, ഇത് എനിക്കുള്ള കട്ട്ലറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ നമ്മളെ ബാറ്ററിൽ നോർമൽ കട്ട്ലറ്റ് ബാറ്റർ എടുത്തിട്ട് അത് ജസ്റ്റ് മുട്ടയിൽ മാത്രം മുക്കിയിട്ടാണ് ഒലിവ് ഓയിൽ ഫ്രൈ ചെയ്യാണ് ചെയ്തത്. മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ ഡീപ്പ് ഫ്രൈ ചെയ്തതും റെഡിയാക്കി. പിന്നെ ഞാൻ ഏർലി മോർണിംഗിൽ ചിയ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ എടുത്തിട്ട് ഇതാ വേറൊരു ഗ്ലാസ്സിലോട്ട് മാറ്റി അതിലോട്ട് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടു. മാംഗോയും സ്ട്രോബെറിയും കട്ട് ചെയ്തിട്ടു കേട്ടോ അതിലോട്ട്. പിന്നെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പംകിൻ സീഡും സൺഫ്ലവർ സീഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഫുഡായിരുന്നു. ബാക്കിയുള്ളവർക്കൊന്നും ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മോനാണ് കേട്ടോ എന്നെ ഈ കാര്യങ്ങളൊക്കെ ടേബിളുമൊക്കെ എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ബാങ്ക് കൊടുത്തു, ഞങ്ങൾ നോമ്പ് തുറക്കുകയാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഫുഡ്. ചിയ പുഡിങ്, ഒരു 3 കട്ട്ലേറ്റ്, അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളൂ. ഇത്രയും സംഭവങ്ങളാണ് എൻ്റെ ഫുഡ്. നോമ്പ് പറഞ്ഞു കഴിഞ്ഞ് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴാണ് ഫുഡ് കഴിച്ചത്. അതിന് 3 രാഗി പത്തിരി, പിന്നെ തേങ്ങ അരച്ച ചിക്കൻ കറി ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ചിക്കൻ മാത്രം എടുത്തു, കറി വല്ലാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കൂടെ വെജീസ് ആയിട്ട് കുക്കുംബറും ആഡ് ചെയ്തു. രാത്രിയായപ്പോൾ ഒരു കുനോഫ ചോക്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിക്കണമെന്ന് ഒരുപാട് കാലമായി വിചാരിക്കുന്നു. അപ്പോൾ അതങ്ങനെ ഓർഡർ ചെയ്താണ് കേട്ടോ. iPhone 15 Pro Max iPhone 16 15 16 17 iPhone 16 പക്ഷേ ചോക്ലേറ്റ് ആണ്. ഇതിങ്ങനെ റീൽസിലൊക്കെ കാണുമ്പോൾ കുറേ കാലമായി ഇത് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ ഒന്ന് ഓർഡർ ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ഇന്നിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. വലിയ കട്ടിയുള്ള സംഭവങ്ങളൊന്നുമല്ല. നമ്മൾ റീലിൽ കാണുമ്പോൾ ഭയങ്കര കട്ടിയായിട്ടുള്ള ഇതുണ്ടാവുക. ഇത് അധികമൊന്നുമില്ല, ചെറിയ തിന്നായിട്ടുള്ള ഒരു കുനാഫ ചോക്ലേറ്റ് ആണ് കേട്ടോ. എന്തായാലും കഴിച്ചു നോക്കി, അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി നോക്കണമെന്ന് കുറേ കാലമായി വിചാരിക്കുന്നു, ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കി നോക്കണം എന്തായാലും. അപ്പോൾ ഒരു ചെറിയ പീസ് ഞാനും കഴിച്ചു കേട്ടോ. അപ്പോൾ അതായത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.